ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. എൻ്റെ കുലത്തെയും കുലധർമ്മത്തെയും രക്ഷിക്കുക എന്ന് ഭദ്രകാളിയോട് ഭക്തന്റെ പ്രാർത്ഥനയാണ്. ഞാൻ എന്തിനാണ് ഈ മകരൻ രാശിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഭദ്രകാളിയുടെ ശ്ലോകം ചൊല്ലിയതെന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം മകരൻ രാശി 3 ധർമ്മങ്ങൾ ചെയ്യുന്നൊരു രാശിയാണ്. ഇത് ശനിയുടെ സ്വന്തം ക്ഷേത്രമാകുന്നു. ഇവിടെ വ്യാഴത്തിന് നീചസ്ഥിതിയാണ്, ചൊവ്വക്ക് ഉച്ചസ്ഥിതിയാണ്. ചൊവ്വ യുഗ്മരാശിയിൽ സ്ത്രീ രാശിയിൽ വന്നാൽ ഭദ്രകാളിയാണ്. പുരുഷ രാശിയിൽ വരികയാണെങ്കിൽ ചൊവ്വയെ കൊണ്ട് സുബ്രഹ്മണ്യനെ ചിന്തിക്കും. ചൊവ്വ അതിശക്തമായ ഭദ്രകാളി സാന്നിധ്യമുള്ള രാശിയായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം ചൊവ്വയുടെ ഉച്ചരാശിയാകുന്നു മകരൻ രാശി. ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെ നമുക്ക് ചിന്തിക്കാം. ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിയാകുന്നു മകരം രാശി. മകരം നദീതീരമാണ്, കടലാണ്, സമുദ്ര സങ്കേതങ്ങളാണ്, യാത്രികരാണ്. ഇവിടെ പ്രായണ ഇന്ന് മകരൻ രാശിക്ക് രാശ്യധിപനായ ശനി ബലവാനായി 2-ൽ നിൽക്കുന്നു. 3-ൽ ചൊവ്വ രാഹു, 4-ൽ ബുധൻ, 5-ൽ സൂര്യൻ വ്യാഴം ശുക്രൻ, 7-ൽ മാന്തി, 9-ാം ഭാവത്തിൽ കേതു, 11-ൽ ചന്ദ്രൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, ധാരാളം പേർക്ക് യാത്ര ചെയ്യാൻ സൗഭാഗ്യമുള്ള രാശിയാണ് ഇന്ന് മകരൻ രാശി. ഇവിടെ യാത്രാപതിയായ ചന്ദ്രൻ നീചസ്ഥനാണ്. കുറച്ച് ശ്രദ്ധിക്കണം, ചില തടസ്സങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് യാത്രാപതിയായ ചൊവ്വയും നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിൽ നീചസ്ഥനായിട്ടാണ്. അതുകൊണ്ട് വൃശ്ചികൻ രാശിയെ പറ്റി ചിന്തിക്കുമ്പോൾ ചാമുണ്ഡി ഭദ്രകാള്യാദ്യാഹ സജേത് യുഗ്മസമാസ്ഥിത. വൃശ്ചികത്തിൽ ദുർബലനായ ചന്ദ്രനെ കൊണ്ട് ചാമുണ്ഡിയെയും ഭദ്രകാളിയെയും ചിന്തിക്കണം. യാത്ര പുറപ്പെടുന്നവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടറക്കണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ടി ചെയ്യുക, ശത്രുമുട്ടും ചെയ്യണം. കാരണം ഇവിടെ 7-ൽ മാന്തിയുണ്ട്. വിശേഷണോ വംശവിദൂഷണശ്ച, നിങ്ങളുടെ മേൽ വിഷത്തിന്റെ കണ്ണുണ്ടാകുമെന്നാണ്. ഇപ്പോൾ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പഠനത്തിന് അനുകൂലമായ സമയമാണ്. ബുദ്ധിപതിയായ ഗ്രഹം വളരെ പവർഫുൾ ആണ്. യാത്രാപതിയും നല്ല സ്ഥാനത്തുണ്ട്. അപ്പോൾ യാത്ര ചെയ്യാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. അപ്പോൾ കുട്ടികൾ പഠിക്കാൻ വേണ്ടി തയ്യാറായി യാത്രക്ക് ബാഗൊക്കെ എടുത്ത് അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് പറയും, ഞാൻ പോവുകയാണ് നാളെ അല്ലെ മറ്റന്നാൾ. അവിടെ പതിയും വിഷദൃഷ്ടി. അതുകൊണ്ട് കുട്ടികളെ ഒഴിയണം നിർബന്ധമായിട്ട്. അവിശ്വാസികൾ എൻ്റെ ഈ വാക്കിനെ പുച്ഛിച്ച് തള്ളൂ. ഈ 21-ാം നൂറ്റാണ്ടിലും അന്ധവിശ്വാസം പറഞ്ഞു പരത്തുന്നു എന്ന് പറയും. പക്ഷെ പ്രിയമുള്ളവരെ, ദൃഷ്ടിദോഷം വളരെ ശക്തമായിട്ട് ജ്യോതിഷത്തിലും കൈവിഷമില്ലേ? അതേ രീതിയിൽ ദൃഷ്ടിദോഷമുണ്ട്. ഇവിടെ ഒരു പൂർണ്ണയോഗമാണ്. അന്യന്റെ ദൃഷ്ടി, വിഷദൃഷ്ടി നമ്മളുടെ മേൽ പതിയും. നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവിടെ അസൂയപ്പെടും. ബന്ധുക്കളായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അയൽക്കാരായിരിക്കാം. യാത്ര പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, കുട്ടിയെ ഒഴിയണം. വീട്ടിൽ വന്നിട്ട് പഴയ കാലത്ത് ഒഴിയാറില്ലേ? എല്ലാവരും വീട്ടിൽ വന്നിട്ട് കുട്ടികൾ എവിടെ മറ്റൊരു വീട്ടിൽ പോയി വരുമ്പോഴൊക്കെ ഒഴിയും. അപ്പൊ എന്ത് ചെയ്യുക? പ്ലാവില കോട്ടി അതിൽ കല്ലുപ്പ്, കടുക്, മുളക്, ഉണക്കമുളക് ഇതെടുത്ത് 21 ടൈംസ് 21 തവണ ആപാദ ചൂടം നിങ്ങളുടെ കുട്ടികളെ ഒഴിയണം. എന്നിട്ട് അത് അടുപ്പിൽ കത്തിക്കരുത്. അഗ്നികോണിൽ കിഴക്ക് തെക്ക് ഭാഗത്ത് കുറച്ച് തീ കൂട്ടി അതിലേക്കിട്ട് കയ്യും കാലും ഒക്കെ വൃത്തിയാക്കി കാലും മുഖവും കഴുകി വീട്ടിനുള്ളിൽ കയറുക. പ്ലാവിലയേക്കാളും നെഗറ്റിവിറ്റിയെ പോകുന്ന എൻഹാൻസ് ചെയ്യുന്ന മറ്റൊരു ഇലയാണ് ഇലഞ്ഞി ഇല. അതായാലും വളരെ ഗുണമാണ്. നമുക്ക് രാശിയിലേക്ക് വരാം. 2-ലെ ശനി സാമ്പത്തികമായി കുറെ സുസ്ഥിരമായ അവസ്ഥകളിൽ ഈ വാരം സംജാതമാകുന്നതാണ്. ഇതൊരു ഊർദ്ധമുഖ രാശിയാണ്. ഊർധ്വാസി ധനികെ പ്രസൂതിഹി, പുതിയ പദ്ധതി ആരംഭം തുടക്കമൊക്കെ ഉണ്ടാവും. 4-ലെ ബുധനാണ്. നല്ല ചില സുഹൃത്തുക്കളെ കിട്ടും. ചതുർത്ഥേജരെ ചന്ദ്രജസ് ചാരിമിത്രോ വിശേഷാധിക ഭൂമിനാഥാങ്കണസ്യ, തൻ്റെ രാജാവ്, തൻ്റെ അധികാരി, തൻ്റെ ബോസ് ചില വിശേഷപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തരുന്നു. മകരൻ രാശിക്കാർ ഒരു പ്രത്യേകതയുണ്ട്. മകരൻ രാശിക്കാർ രാത്രിയിലും ജോലിയും കഠിനാധ്വാനികളാണ്. മടി പാടില്ല എന്ന് മാത്രം. പലപ്പോഴും അലസഹ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആലസ്യം അത് ജാതകത്തിൽ ചില ഗ്രഹങ്ങളൊക്കെ വന്ന് ഉണ്ടാക്കുന്ന ആലസ്യങ്ങളാണ്. ഇന്നത്തെ രാശി വളരെ പൂർണ്ണമാണ് മകരൻ രാശിക്കാർ. മറ്റൊരു വിഷയം, ഇവിടെ ബുദ്ധിപതിയായ ഗ്രഹവും വളരെ ഗുണമാണ്. അപ്പോൾ മക്കൾക്ക് വളരെ ശ്രേയസ് ഉണ്ടാകും. മൂത്ത സന്താനം ചില തലവേദനകൾ നമുക്കുണ്ടാകും. അഷ്ടമാധിപനായ സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ വ്യാഴത്തിനും ശുക്രനും മൗഢ്യവുമുണ്ട്. പൂർവജാപത്യദാവി
ആദ്യ സന്താനം കൊണ്ട് കുറച്ച് തലവേദനകളൊക്കെ വരും. ശ്രദ്ധിക്കുക. ഉദരരോഗത്തെയും ശ്രദ്ധിക്കണം. സ്റ്റൊമക്കൽ ഡിസോർഡേഴ്സ്, അതുമായിട്ടുണ്ടാകുന്ന രോഗങ്ങളെ ശ്രദ്ധിക്കുക. ഏതായാലും കർമ്മമേഖല വളരെ ഭദ്രമാണ്. ഇവിടെ ഭാഗ്യാധിപനായ ബുധൻ കർമ്മസ്ഥാനത്ത് നോക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സഞ്ചരിക്കേണ്ട ഒരു വലിയൊരു അവസരം വരും. തന്നെ കമ്പനിക്ക് വേണ്ടി, ബോസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുക. ഒരാഴ്ച ഭാര്യയും ഭർത്താവും തമ്മിൽ പാർഷ്യൽ സെപ്പറേഷൻ വരും. 7ാം ഭാവാധിപൻ നീചസ്ഥനാണ്. ഒരു ഉത്തരവാദിത്വത്തിലൂടെ പുതിയ കർമ്മമേഖല വെട്ടിപ്പിടിക്കാം മകരം രാശിക്കാർ. ഇവിടെ 3 ചൊവ്വ ഒരു അസാധ്യമായ ഒരു എനർജി തനിക്ക് ലഭിക്കുന്നതാണ് മുമ്പോട്ട് പോകാനൊക്കെ. ദുരഭിമാനം കൈവെടിയണം എന്ന് മാത്രം. 3 ചൊവ്വ സഹോദര ഗുണം കുറയും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ നോക്കുക. 9ാം ഭാവത്തിലുള്ള കേതുവും മൂത്ത സഹോദരങ്ങൾക്ക് ദോഷത്തെ ഉണ്ടാക്കും. ചില കാര്യങ്ങളിൽ ഇടപെട്ട് ലാഭം കുറയുന്നു. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാലും ഇന്നത്തെ മകരം രാശിക്ക് ഐ എം സോ ഹാപ്പി ടു മേക്ക് സച്ച് എ പ്രഡിക്ഷൻ വിച്ച് ഈസ് ടോട്ടലി സപ്പോർട്ട് ദം ദിസ് വീക്ക്. നന്നായി മുമ്പോട്ട് പോകും. ഞാൻ പറഞ്ഞു 7ലെ ഗുളിക ഭവനാധിപനായ ചന്ദ്രനാണ് ദുർബലമായി നിൽക്കുന്നത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പരിഹാരം ചെയ്യും. ഞാൻ ആദ്യം തന്നെ പരിഹാരങ്ങൾ പറഞ്ഞു. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. പിന്നെ ഈ വാരം മകരം രാശിക്കാർക്ക് ഏറ്റവും ആശ്രയിക്കാൻ പറ്റുന്ന ദിനം 29ാം തീയതി ബുധനാഴ്ചയാണ്. തിരുവോണവും അവിട്ടവും നക്ഷത്രങ്ങൾ വളരെ നന്നായി സപ്പോർട്ട് ചെയ്യും. യാത്രക്കൊക്കെ ആ ദിനം സ്വീകരിക്കുക. ഹയർ സ്റ്റഡീസിന് പോകുന്ന വിഷയത്തിൽ അത് സ്വീകരിക്കുക. 25ാം തീയതി മുതൽ 26 ഞായറാഴ്ച വരെയുള്ള മൂലം നക്ഷത്രം കൊള്ളാം. പക്ഷേ അത് മകരം രാശിക്കാർക്ക് 12ാം ഭാവത്തിൽ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ ദിനമാണ്. അത്ര ഗുണമാവണമെന്നില്ല. പിന്നെ മറ്റൊരു വിഷയം, 28ാം തീയതി ചൊവ്വാഴ്ച ഏറ്റവും അനുകൂലമാണ്. ഉത്രാടവും തിരുവോണവും വരും. 29-ന് തിരുവോണവും അവിട്ടവും വരും. 28, 29 തീയതികൾ സ്വീകരിക്കാം. മകരം രാശിക്കാർക്ക് ചൊവ്വ ഉച്ചസ്ഥനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ച വളരെ ഗുണമായി തീരും. ഭൂമിപരമായ ഇടപെടലുകളൊക്കെ ചൊവ്വാഴ്ച ചെയ്ത് വളരെയധികം പ്രോസ്പിരിറ്റിയെ പ്രാപിക്കാവുന്നതാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മകരം രാശി പ്രേക്ഷകർക്കും വളരെ അനുകൂലമായ ശുഭവാരം നേരുന്നു. നന്ദി, നമസ്കാരം.